ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മുടെ സംയുക്തമായ രീതിയിൽ ജീവിക്കുന്ന ഒട്ടേറെ പ്രവാസി മലയാളികളുണ്ട്. ഒന്ന് ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ എന്തെല്ലാം ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാവും. ഈ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഭിന്നശേഷിയുള്ള 13കാരനെയാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന മുഹമ്മദ് ഫഹീം. ഈ കുട്ടിക്ക് അപാരമായ ഓർമ്മശക്തിയാണുള്ളത്. ഒരിക്കൽ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മറക്കില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭ. തമിഴ്നാട്ടിൽ രാമനാഥപുരത്തെ ഷാഹുൽ ഹമീദിൻ്റെയും ഷമീമ പർവീനയുടെയും മൂത്ത മകനായ മുഹമ്മദ് ഫഹീം ദുബായ് അവറോൺ ഇന്ത്യൻ സ്കൂളിൽ അൽ വർക്കയിൽ ഗ്രേഡ് 6 പഠിക്കുന്നു. ജന്മന മനോവൈകല്യമുള്ള ഫഹീം പക്ഷേ അത്ഭുത പ്രതിഭയാണ്. ഫഹീമിൻ്റെ വ്യത്യസ്തമായ കഴിവ് പല വിധത്തിലും പ്രകടമാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും അറിയുന്നതും അറിയാത്തതുമായ രാജ്യത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ ഫഹീം വളരെ പെട്ടെന്ന്, അതായത് ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു തരും. ഓർത്തെടുക്കുകയല്ല, കമ്പ്യൂട്ടർ വേഗതയിലാണ് മറുപടി. തൻ്റേതായ അക്ഷര സ്ഫുടതയോടെ ആണ് എന്ന് മാത്രം. ഫഹീമിൻ്റെ അപാരമായ കഴിവ് വിസ്മയം സൃഷ്ടിക്കുന്നു. 5000 വർഷം മുമ്പുള്ള ഏത് പ്രത്യേക തീയതി ചോദിച്ചാലും അത് ഏത് ദിവസമാണെന്ന് ഫഹീം വളരെ പെട്ടെന്ന് പറഞ്ഞു തരും. ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ച് അതൊന്ന് പരീക്ഷിച്ചു. ആദ്യമായിട്ട് ഫഹീമിനോട് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മുടെ സ്റ്റുഡിയോയിലുള്ള കൈരളി ടിവിയുടെ സീനിയർ റിപ്പോർട്ടർ ജമാലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് February 2nd, 1977. വിച്ച് ഡേ? സാറ്റർഡേ. കറക്റ്റ് ആണ്. Date of birth of Anish, our visual editor, December 3rd, 1994. Which day? Saturday. Again Saturday. Right. And another one, Anish, date of birth of this year, December 3rd, 2017. Which day? Sunday. Sunday, correct. Date of birth of Sharath, our cameraman, March 20, 1989. Which day? Monday. Monday. Sunday, correct. This year, Sharath, March 20, 2017. Which day? Monday. Monday, correct. വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക കൊടികൾ കാണിച്ചു കൊടുത്താൽ ഫഹീം അത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് പറഞ്ഞു തരും, അതും അതിവേഗതയിൽ. ചോദ്യത്തിന് നേരെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി, ഉത്തരം അപ്പോൾ തന്നെ ലഭിക്കും. കമ്പ്യൂട്ടറിൽ ഞങ്ങൾ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക കൊടികൾ കാണിച്ചു കൊടുത്തു. ഫഹീം അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. Mr. Fahim, you will tell us what is the country of this flag? Which this flag belongs to which country, right? This flag. This flag. USA. USA. Next. This flag. Flag Canada. Canada. Next. This flag. This flag South Africa. South Africa. This flag. 16 days. ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടാൽ അത് എത്ര വർഷം കഴിഞ്ഞാലും ഫഹീം കൃത്യമായി പരിചയപ്പെട്ട സ്ഥലം, സമയം, തീയതി ഇത് പറഞ്ഞു തരും. അക്കങ്ങളുമായാണ് ഫഹീമിൻ്റെ ഇഷ്ടവിനോദം. ഒന്നിൻ്റെ കൂടെ എത്ര പൂജ്യം ചേർത്താലും അത് എത്ര ലക്ഷോപലക്ഷം കോടാനുകോടിയാണെങ്കിലും ഫഹീം വ്യക്തമാക്കി തരും അതിൻ്റെ പേരുകൾ. ഫഹീമിൻ്റെ മറ്റൊരു അപാര കഴിവ്, ഒന്നിൻ്റെ കൂടെ എത്ര പൂജ്യമുണ്ടെങ്കിലും അത് എത്രയാണെന്ന് പറഞ്ഞു തരും. മില്യൺ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ കൂടെ 6 പൂജ്യമാവും. അതുപോലെ ബില്യൺ, ട്രില്യൺ അറിയാം, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള പൂജ്യങ്ങൾ അത് വന്നാലോ? എനിക്ക് കണക്കിനെ കുറിച്ചാണ്. ഒരു മില്യൺ എന്ന് പറയുമ്പോൾ 6 zeros ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു 0, 1ൻ്റെ കൂടെ 0 ചേർത്താൽ എത്ര ആവുമെന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാം. 1 + 9 zeros, what you call? ബില്യൺ. അതായത് 9ൻ്റെ കൂടെ 9 പൂജ്യം ചേർത്താൽ അത് ബില്യൺ ആവുന്നു. 1 +
12 zeros. അത് ടേഡോസ് ട്രില്യൺ ആണ്. ട്രില്യൺ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 1 plus 15 zeros. ടേഡോസ് ക്വാഡ്രില്യൺ. ക്വാഡ്രില്യൺ എന്ന് പറയാം. ക്വാഡ്രില്യൺ. ദെൻ 1 plus 21 zeros. ടേഡോസ് സെക്സ്റ്റില്യൺ. സെക്സ്റ്റില്യൺ എന്ന് പറയാം. 1 plus 300 zeros. 0 0 0 0 0 0 0 300. ടേഡോസ് സെന്റില്യൺ. സെന്റില്യൺ. ഓക്കെ. ഒരു സ്ഥലത്തിരുന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കൃത്യസമയം പറയാൻ ഫഹീമിന് കഴിയും. അതുപോലെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം നമസ്കാര സമയവും ഫഹീം വ്യക്തമാക്കി തീരുന്നു. ഫഹീം, വാട്ട് ഈസ് ദ ടൈം നൗ ഇൻ ദുബായ്? 12:10 അല്ല 12:10. To 1:10. Then in India, same time now. In India. 13:41. Next is in Russia. What will be the time now? റഷ്യ 11:12. Morning 11:12 ആണ്. 11:12 ആണ് ഇപ്പോഴത്തെ സമയം റഷ്യയിൽ. Okay, finish. Fine, tell me Lohar time in Dubai. എൻ്റെ 12:27. 12:27. Then in India, Lohar time? India Lahore time 12:27. In Kuwait? Kuwait na time 12:03. 12:03. Okay. ഭിന്നശേഷിയുള്ള കുട്ടികളിലെ അപാരമായ കഴിവ് കണ്ടെത്തി അത് വളർത്തിയെടുക്കുക എന്നത് സാമൂഹികമായ ഒരു ബാധ്യതയാണ്. കാരണം പലപ്പോഴും ഇത്തരം കുട്ടികളുടെ മുന്നോട്ടേക്കുള്ള പ്രയാണം മാതാപിതാക്കളുടെ സാമ്പത്തികമായ ഇല്ലായ്മയ്ക്ക് മുന്നിൽ തടസ്സപ്പെടുകയാണ്. ഫഹീമിന്റെ മാതാപിതാക്കൾ ഈ യാഥാർത്ഥ്യം പ്രകടമാക്കുന്നുണ്ട്. ഫഹീമിന്റെ വിസ്മയകരമായ കഴിവ് ലോകത്തിന് മുന്നിൽ പ്രകടമാക്കാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി ബന്ധപ്പെടുകയാണ് സുഹൃത്തുക്കളും അധ്യാപകരും മാതാപിതാക്കളും. ഫോട്ടോഗ്രാഫിക് ഓർമ്മശക്തിയുള്ള ഈ 13കാരൻ ഏത് മൊബൈൽ കമ്പ്യൂട്ടർ കണ്ടാലും അവയുടെ ബ്രാൻഡ് നെയിം ഏത് രാജ്യത്തിലുള്ളത് എന്ന് വരെ പറയും. ഇങ്ങനെയൊക്കെ കഴിവുള്ള ഭിന്നശേഷിയുള്ള ഫഹീമിന്റെ ഇനി മുന്നോട്ടേക്കുള്ള പരിശീലനവും പഠനവും സാമ്പത്തിക പരാധീനതകൾ കുടുങ്ങി ഇല്ലാതാവുമോ എന്ന ആശങ്കയുണ്ട്. അതാണ് ഷാവുൽ അമീദിൻ്റെയും ഷമീമയുടെയും ദുഃഖവും വേദനയും. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താ? ഈ ഫഹീമിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് ലാസ്റ്റ് 5 years ആയിട്ട് 5 കൊല്ലമായിട്ട് ഈ ഷാഡോ ടീച്ചറിൻ്റെ സാലറി എവറി ഇയർ അറൗണ്ട് ലാസ്റ്റ് 3 years 2500 കൊടുത്തിരുന്നത്. ഇപ്പോൾ 3000 കൊടുക്കുന്നത് ടീച്ചർക്ക്. എവറി മന്ത് ഐ ഹാവ് ടു പേ ഫ്രം മൈ ഓൺ ഫോർ ടീച്ചർ 3000 ആൻഡ് പ്ലസ് ദ എഡ്യൂക്കേഷൻ ഫോർ ദ സ്കൂൾ ഫീസ് അറൗണ്ട് 4000 4500 മൂലം എവറി മന്ത് നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇത്ര കൊല്ലമായിട്ട് ലോൺ അങ്ങനെ എടുത്തിട്ട് ടാപ്പ് അപ്പ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. இப்போ வந்துட்டு பயங்கர புத்திமுட்டாயிட்டு இப்போ எங்கே செய்யாம போது இன்ஷால்லா எங்கே நான் அடுத்த கொள்ளம் எங்கூட்டு இவனை எங்கே படிப்பிக்கணும் எனக்கு வந்துட்டு இப்போ பயங்கர ஒரு கஷ்டத்தில் உண்டு. இன்ஷால்லா யாரெങ്കിലും ஸ்பான்சரோ இல்லை ஏதோ கம்பெனி ஏதெങ്കിലും இவனோட இந்த நல்லா ഉണ്ടാവും. ഇവനോட இப்போ ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ബായി മേബി അവൻ ഇൻഷാല്ലാ അടുത്ത് അവനോட മേബി കരിയർ എങ്ങനെ പോകേണ്ട അറിയില്ല. എല്ലാവരും പറയുന്നത് ഓക്കെ ഹി ഈസ് വെരി ടാലന്റഡ്, ഹി വിൽ ബി ഇൻ എ സയൻറ്റിസ്റ്റ്, ഹി വിൽ ബി ഇൻ എ സംതിങ്, ഓക്കെ സംതിങ് ഹി വിൽ ഡു കമ്പ്യൂട്ടർ ഫീൽഡ്, ഹി വിൽ ഡു സംതിങ്. ബട്ട് ഫോർ ആസ് എ പേരന്റ് നമ്മൾ ഇത്ര കൊല്ലമായിട്ട് ഇത്ര പ്രയാസപ്പെട്ട് ഇതുവരയ്ക്കും കൊണ്ടുവന്ന് ഇതിൻ്റെ മുന്നോട്ടും അവനെ நல்லா கொண்டு போகணுன்ட்டு எங்கள்ட அல்லா வந்து நம்மளுக்கு இது கொடுத்துருக்குது கார்டு வந்து இது அந்த லோகத்துல நம்ம தான் பெஸ்ட் பேரண்ட் சூஸ் செய்து உங்களுக்கு கொடுத்தோம் நாங்க மனசுலாய். சோ we are taking a step. ഇനി എപ്പോഴും അവരുടെ ഫ്യൂച്ചർ இருக்கும். ഹെൽത്ത് ഫോക്കസിൽ ഈ ആഴ്ച കൈകാര്യം ചെയ്ത വിഷയം വ്യത്യസ്ത തരത്തിലുള്ള ജന്മ വൈകല്യങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഇതിൽ ഫഹീമിൻ്റെത് അസ്പർജർസ് എന്ന വിഭാഗത്തിലുള്ളതാണ്, ഒരുതരം ഓട്ടിസം തന്നെ. ഇത് സംബന്ധിച്ച ആരോഗ്യ വിദഗ്ധന്റെ വിശകലനം. ഈ ആസ്പെർജർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടിസ്റ്റിക് ഡിസീസിൻ്റെ ഒരു ഫോമാണ്, ഒരു തരം ചെറിയൊരു മൈൽഡ് ഫോം ഓഫ് ഓട്ടിസ്റ്റിക് സിൻഡ്രോമാണ്. ഇതിൽ മെയിനായിട്ട് കൊച്ചിന് സോഷ്യലായിട്ടോ ഇൻട്രാക്ഷൻ നടത്താൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ
വെർബലിയും പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ വഴിയൊക്കെ വളരെ ലാക്കായിരിക്കും. പക്ഷെ അവർ ചില ഏരിയയിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, ഭയങ്കര ഫോക്കസ്ഡ് അറ്റൻഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അവർക്ക് വളരെ ഒരു റിറ്റൻറ്റീവ് മെമ്മറി ഭയങ്കര എക്സ്ട്രീംലി ഗുഡായിരിക്കും. ഉദാഹരണത്തിന് ഇതേപോലെ തന്നെ ഡേറ്റും സമയവും മാത്തമാറ്റിക്സും ചിലർ വരക്കുന്ന ഏരിയയിലും ഈവൻ ചില ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊരു ക്ലിയർ കട്ട് പ്രൂഫൊന്നുമില്ല, എങ്കിലും കമ്പ്യൂട്ടർ ആ ഏരിയയിലെല്ലാം ചിലർ എക്സ്ട്രീംലി ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷെ അവരുടെ സോഷ്യൽ ലൈഫും ബാക്കി ഈവൻ പർച്ചേസിങ് പോലും വെരി ബാഡായിരിക്കും. അവർക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ വളരെ ബാക്ക്വേർഡ് ആയിരിക്കും. പക്ഷെ ചില ഏരിയയിൽ ഭയങ്കര എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരിക്കും. കുട്ടികളിൽ ഇങ്ങനെ ഓട്ടിസം കണ്ടുവരുമ്പോൾ അത് തിരിച്ചറിഞ്ഞു വിദഗ്ധ ചികിത്സയ്ക്ക് പുറമെ വിദഗ്ധ പരിശീലനമാണ് നൽകേണ്ടതെന്ന് വ്യക്തമാക്കുന്നു. മാതാപിതാക്കളുടെ സൂക്ഷ്മമായ പരിലാളനയും ശ്രദ്ധയും അനിവാര്യമാണ്. ജനിതകമായ വൈകല്യം മാത്രമല്ല, അമിതമായ മരുന്ന് കഴിക്കുന്നതും മറ്റും ഓട്ടിസത്തിന് കാരണമാകുമെന്ന് ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നു. ബ്രില്യൻസിൻ്റെ ഭാഗത്ത് ചില ഏരിയയിൽ ഭയങ്കര അറ്റൻറ്റീവ് ആയിരിക്കും. അത് പറയുന്നുണ്ട്, കലണ്ടർ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നോക്കിയിരിക്കും. അപ്പം നമ്മൾ കാണാത്തതൊക്കെ ആ കൊച്ച് കാണും. അത്രക്കും അറ്റൻഷൻ ആ കൊച്ചിനുണ്ടാകും. നമ്മൾ ചിന്തിക്കാത്തത് ആ കൊച്ച് ചിന്തിക്കും. ആ കൊച്ചിൻ്റെ ഏരിയ ഒരു ചില ലിമിറ്റഡ് ഏരിയയാണ്. അതായത് ഇതിന് രണ്ട് കാര്യം, ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, പക്ഷേ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ആ ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി ആയിരിക്കും. ആ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റിയിൽ അവർ തോൽപ്പിക്കാൻ പറ്റത്തില്ല. സൂപ്പർ നാച്ചുറൽ ബ്രില്യൻ്റ് ആണ് അവർക്ക്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലെ കഴിവ് കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കുക എന്നത് ഒരു ദൗത്യ നിർവഹണം തന്നെയാണ്. മാതാപിതാക്കളും അധ്യാപകരും ആ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രവാസികളായ കുട്ടികൾക്കിടയിലെ കഴിവ് പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ്. അടുത്തത് ആർട്ട് ഫോക്കസ്. ആർട്ട് ഫോക്കസിലേക്ക് സ്വാഗതം. ആർട്ട് ഫോക്കസിൽ ഇന്നത്തെ ഗായിക കൊച്ചു ഗായികയാണ് നൂറ. അബുദാബി നിന്ന് വന്ന നൂറ ഇപ്പോൾ പാടി തിളങ്ങിക്കഴിഞ്ഞു അല്ലേ? അപ്പം നൂറയ്ക്ക് ആർട്ട് ഫോക്കസിൽ സ്വാഗതം. നൂറ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടെ? അബുദാബി ഇന്ത്യൻ സ്കൂൾ. ഓക്കെ. ഉപ്പയും ഉമ്മയും എങ്ങനെയാണ്? ഉമ്മയുടെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഉമ്മയുടെ പേര് സോണിയ, ഒരു സ്കൂൾ ടീച്ചറാണ്. അൽദഫ്ര സ്കൂളിൻ്റെ ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചർ. ഫാദർ എഡ്നോക്കിൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നിയാസ്. ഓക്കെ. ഇതാരാ ഈ പാട്ടൊക്കെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? ഉമ്മയും വാപ്പയും എന്നെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടൊക്കെ ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉമ്മയാണ് ചെയ്യുന്നത്. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഏതാ പഠിച്ചത്? കർണാട്ടിക്. ഓക്കെ. അപ്പം ഓൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ആദ്യം തുടങ്ങാം അല്ലേ? ഏത് പാട്ടാണ് ഇഷ്ടം? സൂര്യകാന്തി. സൂര്യകാന്തി. അപ്പൊ സൂര്യകാന്തി എന്ന ഗാനം പാടുകയാണ് നൂറ. നന്നായിട്ടുണ്ട് മലയാളം പാട്ട്. എത്ര ഭാഷയിലെ പാട്ട് അറിയാം? 3-4. ഏതൊക്കെയാണ് 3-4? അറബിക് പാടും. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. അപ്പൊ നമുക്ക് തമിഴ് കുറച്ച് ഓരോ പാട്ടുകൾ ആവാം. അറബിക്കായാലോ?
നമുക്കൊരു തമിഴ് പാട്ടായാലോ? ഓക്കെ. ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? മുമ്പേ വാ നൻപേ വാ. മുമ്പേ വാ നൻപേ വാ കൂടെ വാ ഉയരെ വാ. മുമ്പേ വാ നൻപേ വാ പൂ പൂവായി പൂ പൂവാ. നാനാ കേട്ടേ என்னை நானே நானியா நெஞ்சம் சொன்னதே. முன்பே வா என் அன்பே வா கூடே வா உயிரே வா. முன்பே வா என் அன்பே வா பூ பூவாய் பூ பூவா. பூவைத்தாய் பூவைத்தாய் நீ பூவைக்கோர் பூவைத்தாய். மன பூவைத்த பூவைத்த பூவைகள் தேவைத்தாய். ஓ தேன்மலை தேக்குக்கு நீதான் உந்த தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தால தகுமா? தோழி ഒരു சில നാളേ തനിയനോ നാൾ തരയിൽ മുമ്പേ വാ എൻ അൻപേ വാ കൂടെ വാ ഉയരെ വാ. നാനാ കേട്ടേ என்னை நானே நானா கேட்டே என்னை நானே. முன்பே வா என் அன்பே வா பூ பூவாய் பூ பூவா. ഇനി നമുക്കൊരു ഹിന്ദി പാട്ടായാലോ? साथिया माहिया बरसा दे इश्का के स्याहिया. रंग जाओ रंग रंग जाओ रे हारी मैं तुझ पे मैं जर 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 जाऊं. हारी हूँ पिया बस तेरे मैं. ഇനിയിപ്പോ എന്താ മോഹം? മോഹൻ പഠിച്ചൊരു ഡോക്ടറാണ്, പാട്ട് പാടുന്നൊരു ഡോക്ടറാണ്. പാട്ട് പാടുന്ന ഡോക്ടർ. അപ്പോ രോഗികളെ ചികിത്സിക്കുന്നതിന് പാട്ട് പാടിയിട്ടാണ് ചികിത്സിക്കുക? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ? ഡോക്ടർ എൻ്റെ മെയിൻ ജോബായിട്ട്. ഭക്ഷണം കഴിക്കാറുണ്ട്? അല്ല, ജീവിക്കാറുണ്ട്? അതെ. ആ അങ്ങനെ. ഓക്കെ. പിന്നെ സിംഗർ എന്ന് പറയുമ്പോൾ അത് ഒറ്റ ചോദ്യം ചോദിക്കാം. ഏത് തരം, അതായത് മോളെ മനസ്സിലൊരു മോഡൽ ഉണ്ടാവില്ല, ഒരു ഗായിക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവണം എന്ന് കരുതിയ ഒരു ഗായിക? ഞാൻ വിചാരിച്ച പേരെന്നെയാണ്, ശ്രേയ ഘോഷാൽ വേണ്ടിയാണ്. എന്താ ശ്രേയ ഘോഷാലിന്റെ ഒരു പ്രത്യേകത? ഐ ലവ് ഹർ സോങ്സ്. എല്ലാ പാട്ടുകളും ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ അന്യനെ കണ്ണ് എഴുതിയതൊക്കെ പാട്ട് ഇഷ്ടം എന്ന് പറഞ്ഞില്ല, അതൊക്കെ എസ് ജാനകിയല്ലേ പഠിക്കുന്നത്? അല്ല, ശ്രേയ ഘോഷാൽ എന്ന് പറയുമ്പോൾ ഹിന്ദിയും അങ്ങനത്തെ ശ്രേയ ഘോഷാലിന്റെ വോയിസും ആ രീതിയൊക്കെ എനിക്കിഷ്ടമാണ്, പാടുന്ന രീതി. അപ്പൊ ശ്രേയ ഘോഷാൽ പോലെ ഒരു ഗായികയായി മാറാനാണ് ആഗ്രഹം? അതെ. ഓക്കെ, നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നം തുടങ്ങി. അപ്പോൾ ഈ രാഗങ്ങൾ നന്നായി പഠിക്കുന്ന കീർത്തനങ്ങളൊക്കെ പിന്നെ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം കർണാടിക് മ്യൂസിക്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, വലിയ കടൽ പോലെയാണല്ലോ. അപ്പോൾ ശ്രേയ ഘോഷാലിനെ പോലെ ഒരു ഗായികയാവണം, ചിലപ്പോൾ അതിനേക്കാൾ വലിയൊരു ഗായികണം എന്നായിരിക്കും ആഗ്രഹം, അല്ലേ? അങ്ങനെയല്ല, അത് അനുസരിച്ചിരിക്കും. ലൈക്ക് അഥവാ പ്രോപ്പറായിട്ട് പോവാണെങ്കിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു. കേട്ടോ. വലിയ ഗായികയായിട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കണം. ഓർക്കാം. ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരെ കുറിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തര വകുപ്പുകളിൽ മികച്ച അഭിപ്രായമാണ് ഉള്ളത്. പൊതുവെ കഠിനാധ്വാനം ചെയ്ത് സ്വന്തം കുടുംബങ്ങളെ പോറ്റുന്ന പ്രവാസി ഇന്ത്യക്കാരിലെ ക്രിമിനൽ കേസുകൾ താരതമ്യേന കുറവാണ്. താരതമ്യേന എന്നത് പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. നന്നായി ജീവിക്കുന്ന ഏത് രാജ്യത്തെയും ആഭ്യന്തര നിയമം അനുസരിക്കുന്ന ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കിടയിൽ ചില സാമൂഹ്യ വിരുദ്ധർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാവാറുണ്ട്. അവരെ യഥാർത്ഥ ഇന്ത്യക്കാരായി ആരും അംഗീകരിക്കാറുമില്ല. എന്നാൽ ഇപ്പോൾ ചില ഫേസ്ബുക്ക് വാട്സാപ്പുകളിൽ നാട്ടിലെ പോലെ ചില വർഗീയ വിഷം ചുരത്തുന്ന സാമൂഹ്യ വിരുദ്ധർ തലപൊക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇത്തരം വർഗീയ കോമനങ്ങൾ അവിടെ തുള്ളിയാൽ മതി എന്നതും സമാധാനമായി ജീവിക്കുന്നവരുടെ ഒരു ആവശ്യമാണ്. ഗൾഫിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ബാങ്കുകൾ വഴി ഇന്ത്യയിലെത്തുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെന്റിൽ ഒരിക്കൽ ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടന പിടിച്ചു നിർത്തുന്നതിൽ ഗൾഫ് അടക്കമുള്ള പ്രവാസി ഇന്ത്യക്കാർ നൽകുന്ന മഹത്തായ സംഭാവനയെക്കുറിച്ച്. ഗൾഫ് ഇന്ത്യക്കാരുടെ പണവും വേണം, അവർക്കിടയിൽ വർഗീയ വിഷവും ചുരത്താം എന്നത് നടക്കാത്ത സുന്ദര സ്വപ്നമാണ് എന്ന് ഓർക്കുന്നത് നന്ന്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.